അപ്പോൾ കഴിഞ്ഞ ദിവസം OTT റിലീസായ ആട്ടം കണ്ടു. നൈസ് പടം. എല്ലാവരും കാണാൻ ശ്രമിക്കുക. കുറച്ച് പേർക്കെങ്കിലും അതിന്റെ ക്ലൈമാക്സ് മനസ്സിലായി കാണില്ല. അതുകൊണ്ട് തന്നെ നമ്മളിന്ന് ആട്ടം എന്ന മൂവിയുടെ എക്സ്പ്ലനേഷൻ ആണ് നോക്കാൻ പോകുന്നത്. എക്സ്പ്ലനേഷൻ ആയതുകൊണ്ട് തന്നെ ഒരുപാട് സ്പോയിലർ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ചിത്രം കണ്ടവർ മാത്രം വീഡിയോ കാണാൻ ശ്രമിക്കുക. അപ്പോൾ നേരെ പോയേക്കാം. തുടക്കം തന്നെ പറയാനുള്ളൊരു കാര്യം, എല്ലാവരും സെറ്റായിട്ട് ചെയ്തിട്ടുണ്ട്. വിനയ് ഫോർട്ട് ആണെങ്കിലും ആ ഒരു നായികയാണെങ്കിലും പിന്നെയുള്ള ക്യാരക്ടേഴ്സും. ആ ഒരു നായികയെ ഫാമിലി വൺ സീരീസിൽ ഓൾറെഡി കണ്ടതാണ്, നീരജ് മാധവന്റെ ലവ് ഇൻട്രസ്റ്റ് ആയ നേഴ്സ്. അപ്പോൾ നമുക്കിനി എക്സ്പ്ലനേഷനോട്ട് പോവാം. ആദ്യം ആ ഒരു സ്റ്റോറിയുടെ ഔട്ട്ലൈനും നോക്കാം. തുടക്കം തന്നെ ഒരു സ്റ്റേജ് പെർഫോമൻസോടെയാണ് തുടങ്ങുന്നത്. അതിലുള്ള കുറച്ച് പേരെ കാണിക്കുന്നുണ്ട്, ഒരു ലേഡി ക്യാരക്ടറും. അങ്ങനെ പെർഫോമൻസ് നടക്കുന്നു. അതെല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ട്. ആ ഒരു പെർഫോമൻസ് കഴിഞ്ഞ് ആ ഒരു ഡ്രാമയുടെ ഹീറോ ആയ ഹാരിയുടെ ഫ്രണ്ട്സ് ആയ സായിപ്പും മദാമയും ഇവരുടെ പെർഫോമൻസ് ഇഷ്ടപ്പെട്ടത് കൊണ്ട് തന്നെ അവർ നടത്തുന്ന റിസോർട്ടിലേക്ക് ഇവരെ ക്ഷണിക്കുന്നുണ്ട്. എല്ലാവരും റിസോർട്ടിൽ പോയി നല്ല രീതിയിൽ ആഘോഷിച്ച് അതുപോലെ ഡ്രിങ്ക്സ് ഒക്കെ കഴിച്ച് ബോധമില്ലാതെ തന്നെ കിടന്നുറങ്ങുന്നു. അടുത്ത ദിവസം രാവിലെ എല്ലാവരും അവിടെ നിന്ന് പോകുന്നുണ്ട്. ഇതിലുള്ള ലേഡി ക്യാരക്ടർ, അതായത് അഞ്ജലി എന്ന ക്യാരക്ടർ വിനയ് ഫോർട്ടിന്റെ ക്യാരക്ടറായിട്ട് ഒരു റിലേഷനിലാണ്. ആ ഒരു ക്യാരക്ടർ അഞ്ജലി വിനയ് ഫോർട്ടിനോട് ഒരു കാര്യം പറയുന്നുണ്ട്. എന്നെ അവിടെയുള്ള ഒരാൾ സെക്ഷലി മിസ്യൂസ് ചെയ്തെന്നും ആരാണെന്ന് കണ്ടില്ല, പക്ഷെ ഹരിയാണെന്ന് ഉറപ്പാണെന്നും കൂടി പറയുന്നുണ്ട്. അങ്ങനെ ഹരി തന്നെയാണെന്ന് ഉറപ്പ് പറയാനുള്ള കാരണം, അവിടെ നിന്ന് പോയ ആളുടെ പോക്കറ്റിൽ നിന്ന് താഴെ വീണ ഹരിയുടെ വണ്ടിയുടെ താക്കോലും അയാളുടെ പെർഫ്യൂമിന്റെ മണവുമാണ്. ബട്ട് ഈ ഒരു കാര്യം വിനയ് ഫോർട്ടിന്റെ കഥാപാത്രം ഹരി എന്ന് തന്നെ ഉറപ്പിച്ചു. ആ ഒരു ഗ്രൂപ്പിലുള്ള മെമ്പറിന്റെ അടുത്തും ഇങ്ങനെ തന്നെ ഉറപ്പിച്ച് പറയുന്നുണ്ട്. വിനയ് ഫോർട്ടിന്റെ കഥാപാത്രം ഒരു കാര്യം കൂടി ആഡ് ഓൺ ചെയ്യുന്നുണ്ട്. ആ ഒരു ലേഡി ക്യാരക്ടർ, അതായത് അഞ്ജലി എന്ന ക്യാരക്ടർ ഈ ഒരു ഹരി എന്ന ക്യാരക്ടറെ കണ്ടു എന്നൊരു കാര്യം. അഞ്ജലിക്ക് ഹരി ആണെന്ന് ഉറപ്പുള്ളത് കൊണ്ട് തന്നെ അത് സമ്മതിക്കുകയും ചെയ്യും. അപ്പൊ ഇവർ മെമ്പേഴ്സിനെല്ലാം കൂടെ ഒരു മീറ്റിംഗ് വെക്കുന്നുണ്ട്, ഈ ഒരു കാര്യം പറഞ്ഞ് ഈ ഒരു കാര്യത്തിന് തീരുമാനം എടുക്കാനും. എല്ലാവരും പല അഭിപ്രായം ആദ്യം പറഞ്ഞു വരുന്നുണ്ട്. ബട്ട് എല്ലാവരും സമ്മതിച്ച് അവസാനം ഒപ്പിടുകയും ചെയ്യും. പക്ഷേ അഞ്ജലിയോടൊന്ന് ചോദിക്കുക എന്ന് പറഞ്ഞ് അവളെ വിളിക്കാൻ വിനയ് ഫോർട്ടിന്റെ ക്യാരക്ടറെ വിടുന്നുണ്ട്. ആ ഒരു സമയത്ത് ഹരി വന്ന് ഒരു കാര്യം പറയും. നമ്മുടെ സമയം തെളിഞ്ഞു, എൻ്റെ ഫ്രണ്ട്സ് ആയ സായിപ്പും മദാമയും കൂടി നമ്മുടെ ഷോ വിദേശ രാജ്യത്തേക്ക് ബുക്ക് ചെയ്തിട്ടുണ്ട്. ഒരാൾക്ക് 8 ലക്ഷം വെച്ച് കിട്ടും എന്നൊക്കെ. പിന്നെ അവിടെ പോയി അടിച്ചു പൊളിക്കുകയും ചെയ്യാം എന്നൊക്കെ പറയുന്നുണ്ട്. ഇനിയാണ് ക്ലൈമാക്സിന്റെ തുടക്കം. ഇതെല്ലാരും അറിയുമ്പോൾ അഞ്ജലിയെ പറഞ്ഞ് സമാധാനിപ്പിച്ച് കോംപ്രമൈസ് ആക്കുക എന്ന രീതിയിലായി. പക്ഷേ ഈ ഒരു കാര്യം അവളോട് പറയുന്നുമില്ല. അവൾ സമ്മതിക്കാതെ വരുമ്പോൾ ഹരി എന്ന ക്യാരക്ടർ ആ ഒരു സമയത്ത് അവിടെ ചെന്നിട്ടില്ല എന്ന് കൂട്ടത്തിലുള്ള ഒരാളുടെ വീഡിയോ സ്ക്രീൻഷോട്ടിൽ കണ്ട് മനസ്സിലാക്കുന്നുണ്ട്. അങ്ങനെ വേറൊരാളുടെ പേരും വരും. അവസാനം വിനയ് ഫോർട്ടിന്റെ ക്യാരക്ടറും അഞ്ജലിയും ചേർന്ന് പറ്റിച്ചതാണ് എന്ന് കൂടി അവസാനം കേൾക്കും. ഇതെല്ലാം കേട്ട് അവൾ അവിടെ നിന്ന് ഇറങ്ങിപ്പോവും, കൂടെ വിനയ് ഫോർട്ടിന്റെ ക്യാരക്ടറും. അവിടെ വെച്ച് വിനയ് ഫോർട്ട് കാര്യം അങ്ങ് പറയും. ആദ്യം ഇത് നടന്നു എന്ന് വിശ്വസിച്ചവർ തന്നെ ഇങ്ങനെ മാറ്റി പറയാനുള്ള കാര്യം, ആ 8 ലക്ഷം വെച്ച് കിട്ടുന്നതും കുറെ രാജ്യങ്ങൾ കറങ്ങുന്നതും ഒക്കെ. അഞ്ജലിക്ക് അപ്പം മനസ്സിലായി എന്തിനാണ് അവർ ഇങ്ങനെയൊക്കെ പറഞ്ഞതെന്ന്. വിനയ് ഫോർട്ടിന്റെ ക്യാരക്ടറോടും അവൾ ചോദിക്കുന്നുണ്ട്, നിനക്ക് എന്താ തോന്നുന്നതെന്ന്. അപ്പോൾ വിനയ് ഫോർട്ടും പറയും, നമ്മൾ പോകുന്നെങ്കിൽ എന്തായാലും നീ ഇല്ലാതെ പോകത്തില്ല എന്ന്. നായിക ഒറ്റ പോക്കാണ് ചിരിച്ചോണ്ട്. അത് കഴിഞ്ഞ് ആ ഒരു സംഭവം തന്നെ അഞ്ജലി ഒരു ഡ്രാമയായിട്ട് സ്റ്റേജിൽ കളിക്കുന്നത് കൂടി പടം എൻഡ് ചെയ്യും. ശരിക്കും ഈ ഒരു ക്ലൈമാക്സിലായിട്ട് എന്താണ് പറഞ്ഞു വെക്കുന്നത്? കാര്യം ഭയങ്കര സിമ്പിളാണ്. ഇതിലൊരു ക്യാരക്ടർ, അത് അഞ്ജലി തന്നെ പറയുന്നുണ്ട്, എനിക്ക് നിന്റെ മുഖം കാണണ്ട, നീയും ആ ഒരു 11 പേരുമായിട്ട് ഒരു വ്യത്യാസം ഇപ്പോൾ തോന്നുന്നില്ല എന്ന കാര്യം. ആദ്യം ഒരു പെൺകുട്ടിക്ക് അപകടം പറ്റി എന്ന് അറിഞ്ഞപ്പോൾ എല്ലാവരും ചാടി വീണു. ബട്ട് പൈസയുടെ കാര്യം വന്നപ്പോൾ മാറി. സിനിമ പറഞ്ഞു വെക്കാൻ ശ്രമിക്കുന്നത് എന്താന്ന് വെച്ചാൽ, നമ്മുടെ ഇടയിൽ ഒരു പെണ്ണിന് പ്രശ്നം വന്നാൽ സഹായിക്കാൻ എത്തുന്നവരെല്ലാം ലാഭവും നഷ്ടം നോക്കിയാണ് സൊല്യൂഷൻ കണ്ടുപിടിക്കുന്നത്. ഒരു പെണ്ണിന് നടന്ന സെക്ഷൽ ഹറാസ്മെന്റിനേക്കാൾ വലുതാണ് അവർക്ക് സമ്പാദിക്കാൻ പറ്റാത്ത പണത്തിന്റെ വില. പൈസ കണ്ട് അവൾക്കെതിരെ തിരിഞ്ഞ എല്ലാ ആണുങ്ങളും ഒന്ന് തന്നെ എന്നുകൂടി ചിത്രം പറഞ്ഞു വെക്കുന്നുണ്ട്. പിന്നെ സെക്ഷലി ഹറാസ്മെന്റ് നടത്തിയത് ഹരി എന്ന ക്യാരക്ടർ അല്ല എന്ന് തന്നെയാണ് എനിക്ക് തോന്നിയത്. കാരണം ആ ഒരു താക്കോൽ യൂസ് ചെയ്തത് വേറെ ആരോ ആണെന്ന് ഓൾറെഡി പറഞ്ഞിരുന്നു. പിന്നെ സ്പെല്ലിന്റെ കാര്യം, അതിലും കാര്യമില്ല. കാരണം അന്നത്തെ പ്രോഗ്രാം കഴിഞ്ഞ് അവരെല്ലാവരും യൂസ് ചെയ്തത് ഹരിയുടെ പെർഫ്യൂമാണ്. അപ്പോൾ അവരുടെ കൂട്ടത്തിലുള്ള ഒരാൾ തന്നെയാണ് ഇതൊക്കെ ചെയ്തത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ചിത്രം കണ്ടിട്ട് എനിക്ക് തോന്നിയ കുറച്ച് കാര്യങ്ങൾ. ഇതിൽ കൂടുതൽ എന്തെങ്കിലും നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ കമന്റ് ചെയ്യുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.